ഞാൻ ആദ്യമായി പറയട്ടെ, യാഥാസ്ഥിതിക മതസമൂഹവും സ്ത്രീകളുടെ വസ്ത്രധാരണവും എന്നാണ് എൻ്റെ വിഷയം. പക്ഷേ അതിന് ആമുഖമായി കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഞാനൊരു ഫെമിനിസ്റ്റാണെന്ന് വിചാരിച്ച് പറയുന്നതെല്ലാം പുരുഷവിരോധമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സമൂഹത്തിലെ പുരുഷാധിപത്യത്തിലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ആണും പെണ്ണിനും അത് ബാധകമായിരിക്കും. പുരുഷാധിപത്യത്തിൻ്റെ അതായത് സ്ത്രീകളുടെ ശത്രു സ്ത്രീകൾ തന്നെ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ എന്തിനു വേണ്ടിയാണോ നിൽക്കുന്നത് എന്നും കൂടി അതിൽ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായി അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും യുക്തിവാദികളുടെ സംഘം പുരുഷന്മാരും ഫെമിനിസ്റ്റുകളുടെ സംഘം സ്ത്രീകളുടേതുമായി മാറിയിരിക്കുന്നതാണ്. പക്ഷെ രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണ്. അത് തിരിച്ചറിയാൻ സ്ത്രീകൾക്കും തിരിച്ചറിയാൻ പുരുഷന്മാർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. യുക്തിവാദം ഉള്ളിടത്താണ് ഫെമിനിസം ഉണ്ടാവുക. അത് ഫെമിനിസ്റ്റുകൾക്ക് അറിയില്ല. ഞാനൊരു ഫെമിനിസ്റ്റ് ആണെങ്കിലും ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ള കാര്യമാണ്. യുക്തിവാദം ഉണ്ടായാലേ ഫെമിനിസം ഉണ്ടാവുള്ളൂ. ഫെമിനിസം എന്ന് പറയുന്നത് യുക്തി ചിന്ത തന്നെയാണ്. യുക്തിയാണ്. എന്തുകൊണ്ട് വിവേചനം? നമ്മളെല്ലാം മനുഷ്യരാണ് എന്ന് ചിന്തിക്കുന്നത് യുക്തി കൊണ്ടാണ്. യുക്തി ഇല്ലെങ്കിൽ നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. നമ്മളെല്ലാം മനുഷ്യരാണ് ചിന്തിക്കുന്നത് ഫെമിനിസം കൂടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. രണ്ടും രണ്ടല്ല എന്ന് തിരിച്ചറിയാൻ ഇവിടുത്തെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കഴിയുന്നില്ല എന്നുള്ളൊരു വേദനാജനകമായ ഒരു കാര്യം പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാനൊരു യുക്തിവാദി ആയതുകൊണ്ടാണ് ഞാൻ ഫെമിനിസ്റ്റ് ആയത്. യുക്തിവാദത്തിൽ നിന്നാണ് എൻ്റെ തലയിൽ എന്തിനാണ് വിവേചനം എന്നുള്ള ഒരു ആശയം ഉരുത്തിരിഞ്ഞത്. അത് പലപ്പോഴായിട്ട് ഞാൻ ഈ ഫെമിനിസ്റ്റുകളോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഫെമിനിസ്റ്റുകൾ ഒരിക്കലും യുക്തിവാദത്തെ അംഗീകരിക്കില്ല. അവരുടെ വിചാരം യുക്തിവാദം എന്ന് പറയുന്നത് ദൈവമില്ല, അമ്പലത്തിൽ പോകുന്നില്ല, പള്ളി പോകുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ഇത് മാത്രമാണ് യുക്തിവാദമെന്ന് അവർ വിശ്വസിക്കുന്നു. അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ തന്നെ പുരുഷന്മാരായ യുക്തിവാദികളെയും ഞാൻ പറഞ്ഞു പലപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇത് രണ്ടും രണ്ടല്ല, ഇത് രണ്ടും ഒന്നാണ് എന്ന് ഞാൻ എപ്പോഴും എല്ലായിടത്തും എപ്പോഴും പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്രയായാലും അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിങ്ങളിലൊക്കെ എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്ന വിഷയം ചിലപ്പോൾ ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചേക്കാം. അത് ഒരു അവരുടെ പ്രശ്നമായിട്ട് ഞാൻ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക. അതിലെവിടെയെങ്കിലും ശരിയുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അവിടെ ചിന്തിക്കാൻ കഴിയുന്നിടത്ത് മാത്രമേ യുക്തിവാദം പ്രാവർത്തികമാവുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടൊരു യുക്തിവാദിയാണ്. എൻ്റെ അച്ഛൻ ഒരു യുക്തിവാദിയായിരുന്നു. എന്നെ യുക്തിവാദമാണ് ആദ്യം പഠിപ്പിച്ചത്. പക്ഷേ എൻ്റെ അച്ഛൻ ഒരു സ്ത്രീവിരുദ്ധനായിരുന്നു. പക്ഷേ ആ സ്ത്രീവിരുദ്ധതയിൽ നിന്ന് അച്ഛൻ്റെ യുക്തിവാദം എന്നിൽ ഏൽപ്പിച്ചത് ഞാനൊരു ഫെമിനിസ്റ്റായി മാറാനായിരുന്നു. എൻ്റെ അച്ഛൻ്റെ വിചാരം സ്ത്രീകൾ പുരുഷന് വേണ്ടി ജനിച്ചതും പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ജീവിക്കാനും അവർക്ക് വേണ്ടി പ്രസവിക്കാനും അവർക്ക് വേണ്ടി വെച്ച വിളമ്പാനും അവരുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം അവർക്ക് വേണ്ടി ജീവിക്കാൻ മാത്രം സ്ത്രീകൾ ജനിച്ചത് എന്ന് വിചാരിച്ച ഒരു യുക്തിവാദിയായിരുന്നു എൻ്റെ അച്ഛൻ. അതിലെവിടെയാണ് യുക്തി ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതിൽ യുക്തി ഇല്ല എന്നുള്ളത് കണ്ടെത്തിയപ്പോഴാണ് ഞാൻ ഫെമിനിസ്റ്റായിട്ട് മാറിയത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ഈ വിഷയം ഇവിടെ എടുക്കുകയാണായിട്ട്. കാരണം എന്നെ ഇവിടേക്ക് വിളിച്ചത് സാജു വെലുകുന്നേലാണ്. സാജുവാണ് എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. സാജുവിനോട് നന്ദി പറയുന്നു. അപ്പോൾ സാജു പറഞ്ഞു, സോയ്ക്ക് ഇഷ്ടമുള്ളൊരു വിഷയം എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സ്ത്രീകളുടെ വസ്ത്രധാരണം, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതാണല്ലോ ഇപ്പോൾ ചർച്ചയിലെടുത്തിരിക്കുന്നത്. സോയ്ക്ക് ഇഷ്ടമുള്ള വിഷയം എടുത്തോളാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ വിഷയം എടുത്തു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വിഷയത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ തുടങ്ങുമ്പോഴേ എന്ത് ചെയ്തു, നമ്മൾ എന്തായാലും യൂട്യൂബിൽ നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ പ്രഭാഷണങ്ങൾ കേൾക്കാം. ആരുടെയെങ്കിലുമൊക്കെ പ്രഭാഷണം കേട്ടുകൊണ്ടാണല്ലോ നമുക്കിത് തുടങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് അതിൽ നിന്ന് നമ്മളുടേതായ ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയാണല്ലോ നമ്മൾ ഈ വിഷയങ്ങളെ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഈ വിഷയം ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഞാൻ അടിച്ചു കൊടുത്തു. വസ്ത്രധാരണം എന്ന് മാത്രം അടിച്ചു കൊടുത്തു, വേറൊന്നും അടിച്ചില്ല. അപ്പോൾ ഫസ്റ്റ് വന്ന ഒരു തമ്പനിയിലാണ് ഹണിയുടേത് വെച്ച് കെട്ടോ, ഹണിയുടെ ചന്തി വെച്ച് കെട്ടിയതാണോ എന്ന്.
ഹണിയുടെ ചന്തി വെച്ച് കെട്ടിയാലും ഇല്ലെങ്കിൽ ആർക്കാണ് ഛേദം? ആർക്കാണ് അതിന് പ്രശ്നം? അത് ഹണിക്ക് അത് കാണാൻ ആളുള്ളതുകൊണ്ടല്ലേ ഹണി വെച്ച് കെട്ടിയത്. ഇതുപോലെ ഈ വിഷയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നതെന്ന് എനിക്ക് ഓർത്തപ്പോൾ എനിക്ക് ഞാൻ പറയാം, ആ വിഷയത്തെ എങ്ങനെ എടുക്കും എന്ന് ഞാൻ ഓർത്തുപോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിഷയമാണ് മഞ്ജു വാര്യരൊരു സ്കേർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയുടെ അടിയിൽ വന്നാണ്, മഞ്ജു ഒരിക്കലും ഇത് ചെയ്യില്ല, ഇത് എഡിറ്റിംഗ് ആണ്. കാരണം മഞ്ജു കുലസ്ത്രീയാണ്, മഞ്ജു ഇറക്കമുള്ള ഡ്രസ്സേ ഇടുകയുള്ളൂ. മഞ്ജു എല്ലാവർക്കും പ്രിയപ്പെട്ട സ്ത്രീയാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ ഒരിക്കലും സ്കേർട്ട് ഇട്ട് തുട കാണിച്ച് നിൽക്കില്ല. അപ്പോൾ സാരി ഉടുത്ത് നിൽക്കുന്നവരും ചുരിദാറിട്ട് നിൽക്കുന്നവരും നല്ല സ്ത്രീകളാണ്. ആരുടെ മനസ്സിൽ? പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ മനസ്സിൽ. പുരുഷാധിപത്യ സമൂഹം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണ്ട പുരുഷന്മാർ മാത്രമാണെന്ന്. പുരുഷന്മാർ മാത്രമല്ല പുരുഷാധിപത്യ സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ, അതിൽ സ്ത്രീകളും ഉണ്ട്. സ്ത്രീകളും കൂടെ ചേർന്നാണ് പുരുഷാധിപത്യ സമൂഹം ഉണ്ടായിരിക്കുന്നത്. അതിൽ കമൻ്റ് ഇടുന്നവർ പുരുഷന്മാർ മാത്രമല്ല, നല്ല കുലസ്ത്രീകളും എല്ലാവരുമുണ്ട്. ചീത്ത പറയുന്നവരും പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളുമുണ്ട്. അപ്പം മഞ്ജു വാര്യർ ഒരിക്കലും ഇങ്ങനത്തെ ഡ്രസ്സ് ഇടില്ല. മഞ്ജു വാര്യർ കുലസ്ത്രീയാണ്, അവർ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ടേ നടക്കുകയുള്ളൂ. എന്താ മഞ്ജു വാര്യർ സ്കേർട്ടിട്ടാൽ അത് കഴിഞ്ഞിട്ട് പറയണം, ഒന്ന് ഒരു മുട്ടല്ലേ കാണിച്ചുള്ളൂ, കാൽമുട്ടല്ലേ കാണിച്ചുള്ളൂ, അവിടെ വരെ അഡ്ജസ്റ്റ് ചെയ്തെത്തി കാര്യങ്ങൾ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മഞ്ജു വാര്യർ ഇനി കുറച്ച് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ കഥകൾ ഇങ്ങനെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ ബിക്കിനി ഷോട്ട് കണ്ട് മടുത്തു. ബിക്കിനി ഷോട്ട്, സ്ത്രീകൾ ബിക്കിനി ഷോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്നും വലിയ പ്രശ്നമല്ലാതെ വരും. ഇത് യൂറോപ്പിൽ ഇതൊക്കെ ചെറുപ്പം മുതലേ സ്ത്രീകൾ കാണുന്നത് പുരുഷന്മാർ കാണുന്നത് അവർക്കൊന്നും പ്രശ്നമില്ല. കാരണം അവർ ചെറുപ്പം മുതലേ കാണുവാണ്. നമ്മൾ കാണാൻ തുടങ്ങിയത് നമ്മളെ പാകപ്പെടുത്തിയ ഒരു സമൂഹത്തിൻ്റെ മുൻപിൽ നിന്ന് പെട്ടെന്നാണ് സോഷ്യൽ മീഡിയ വന്നത്, പെട്ടെന്നാണ് അവിടെ ബിക്കിനി ഷോട്ട് വന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് അതിനെ സ്വീകരിക്കാൻ പറ്റാണ്ടായപ്പോഴാണ് നമ്മൾ ചീത്ത പറയുന്നത്, നമുക്കിതിനെ അംഗീകരിക്കാൻ പറ്റാതാവുന്നത്. പക്ഷേ ഒരുപാട് രാജ്യങ്ങളിൽ, ചൂടുള്ള രാജ്യങ്ങളിൽ, തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ സ്ത്രീകൾ ബിക്കിനി ഇടുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ലാതായി തീർന്നതിന് കാരണം അവരത് ചെറുപ്പം മുതലേ കാണുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെറുപ്പം മുതലേ കണ്ടത് നമ്മുടെ അപ്പനും നമ്മുടെ അമ്മമാരും നമ്മുടെ സഹോദരികളും കവർ ചെയ്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നിട്ട് കുറച്ച് സ്ത്രീകൾ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ബിക്കിനി ഇടുകയാണ്. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് നമ്മളെപ്പോഴും അതിനെ നമുക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നമ്മൾ അത് കമൻ്റ് ഇടുന്നത്. കമൻ്റ് ഇടുന്നവരുടെയൊക്കെ സ്ത്രീകളുടെ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുകയാണ് അവിടെ. ഇത് പറ്റില്ല, വിളിച്ച് പറയുന്ന തെറികളൊക്കെ ഇപ്പം നിങ്ങൾക്കറിയാലോ. സോഷ്യൽ മീഡിയ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഒരു വൃത്തികെട്ട സ്ഥലമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം കമൻ്റ് ഇടുന്നത്. എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ സമൂഹത്തിന് നേർക്കാഴ്ച അവിടെ കാണുകയാണ്. നമ്മൾ സമൂഹത്തിന് നേർക്കാഴ്ച അവിടെ കാണാം. അവിടെ ചീത്ത പറയുന്ന മനുഷ്യൻ്റെ മനസ്സിലിരിക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാൻ നമുക്ക് ഈ റോഡിലൂടെ നടന്ന്, നമുക്ക് ഈ തൊടുപുഴ ഈ റോഡിലൂടെ നടന്നിട്ട് അതിലെ ചുറ്റിക്കറങ്ങി ബൈപ്പാസ് വഴി നടന്നാൽ അറിയില്ല. നമ്മൾക്ക് എങ്ങനെ അറിയാം? ഈ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പൊതുസമൂഹത്തിൻ്റെ മനസ്സിലിരിക്കുന്നത് ഇതൊക്കെയാണ് എന്ന് നമ്മൾ അറിയുന്നത്. കോമൺ ആയിട്ട് വരുന്ന ഒരു കമൻ്റാണ്, നമ്മൾ മാറുമറയ്ക്കാൻ അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത സ്ത്രീകളാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നെന്ന്. മാറുമറയ്ക്കാൻ വേണ്ടി സമരം ചെയ്തു. മേൽമുണ്ട് സമരം എന്ന് പറഞ്ഞൊരു സമരം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്തിനൊന്നിനോട് നമ്മളെ നിർബന്ധിക്കുമോ? നിന്നോട് മറയ്ക്കാൻ പറഞ്ഞാൽ നീ മറയ്ക്കണം, അല്ലെങ്കിൽ തുറക്കാൻ പറഞ്ഞാൽ നീ തുറക്കണം എന്ന് പറയാൻ ആർക്കാണ് അവകാശം? എനിക്ക് മറയ്ക്കാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല, തുറക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ തുറക്കണം. അതെൻ്റെ അവകാശമാണ്, എൻ്റെ ശരീരത്തിൻ്റെ അവകാശമാണ്. അത് ആർക്കും എൻ്റെ ശരീരത്തിന്മേൽ അവകാശം ഞാൻ തീരെഴുതി കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ മാത്രമേ അവിടെ അവകാശം, നമ്മുടെ അവകാശം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ മൗലിക അവകാശം അവിടെ നമുക്കുണ്ടാവുന്നുള്ളൂ. മറ്റുള്ളവരുടെ ശരീരത്തിന്മേൽ നമുക്ക് അവകാശമില്ല. എന്നാലും ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്താ? നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ വിരൽത്തുമ്പിൽ, ലോകം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. സുനിത വില്യംസ് ബഹിരാകാശത്ത് പോയി വന്നു. ഇപ്പോഴും നമ്മളിവിടെ സ്ത്രീകൾ ഷഡ്ഡി ഇടണോ, ബ്രേസർ ഇടണോ, അതിൻ്റെ അടിയിൽ മുകളിൽ എന്തെങ്കിലും ഇടണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മളിരുന്ന് സമയം വെറുതെ കളയാണ്. മനുഷ്യന്മാർക്ക് വേറെന്തൊക്കെ ചർച്ച ചെയ്യാനുണ്ട്? ഞാനിപ്പോൾ ഇവിടെ
എൻ്റെ കൈക്ക് വേദനയായിട്ട് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ കുട്ടി പറയുന്നുണ്ട്, എനിക്ക് ചായ കുടിക്കാൻ വേണ്ടി പോകണം. അയ്യോ, തന്നെ ചായ കുടിക്കാൻ പോകാൻ പറ്റില്ല, എനിക്ക് ഇനി അവിടെ എൻ്റെ ചായക്കടയിൽ എൻ്റെ കൂടെ നീയും കൂടെ കൂട്ടുവരണം, എന്നാലും ഞാൻ പോകുള്ളൂ. ബഹിരാകാശത്ത് സുനിത വില്യംസ് തന്നെ പോയപ്പോൾ ഇവിടുത്തെ ചായക്കട, തൊട്ടടുത്ത ചായക്കട വരെ പോകാൻ വേണ്ടിയിട്ട് പെൺകുട്ടി കൂട്ടുവരണം എന്ന് പറയുകയാണ്. എൻ്റെ വീടിനടുത്തുള്ള ചേച്ചി, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയ ഒരാളാണ് ഞാൻ. അത് എൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് മറ്റുള്ളവർ പറയുന്നില്ല. എൻ്റെ സ്വഭാവം ശരിയല്ല മീൻസ് ഞാൻ ഫെമിനിസ്റ്റാണ്. എൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ പൊരുതിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല, എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടണം, ഞാൻ ഇഷ്ടമുള്ളിടത്ത് പോകും, ഞാൻ നിങ്ങൾക്ക് രാവിലെ കാപ്പി ഉണ്ടാക്കി കൊടുത്തില്ല. ഇതൊക്കെ സമരങ്ങളുടെ, എൻ്റെ ജീവിതത്തിലെ സമരങ്ങളുടെ തുടക്കമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കൃത്യമായ, ഞാൻ ജോലി ചെയ്യുന്നതിന് എനിക്ക് കൃത്യമായ ശമ്പളം തരിക. അല്ല എങ്കിൽ ഞാനൊരു കർഷകയാണ് എന്ന് പറഞ്ഞല്ലോ, ഒന്നുകിൽ എനിക്ക് കൃത്യമായ ശമ്പളം തരിക, അല്ല എങ്കിൽ പറമ്പിൽ നിന്ന് പറിക്കുന്ന ആദായത്തിൻ്റെ പകുതി എനിക്ക് തരിക. പകുതി പണി ഞാൻ എടുപ്പിച്ചോളാം, പകുതി നിങ്ങളും എടുപ്പിച്ചോ. അങ്ങനെ കൃത്യമായ ആ ഒരു അവകാശം നേടിയെടുത്ത ഒരാളാണ് ഞാൻ. എനിക്കിന്ന് കൃത്യമായിട്ട് ശമ്പളത്തിൻ്റെ അല്ലെങ്കിൽ പറമ്പിലെടുക്കുന്ന ആദായത്തിൻ്റെ പകുതി എനിക്ക് കിട്ടും. എല്ലാ പറമ്പിലെ പണിയും കഴിഞ്ഞിട്ട് ബാക്കി എത്രയാണോ ഉള്ളത് അത് പകുതി എനിക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം തന്നെ കൊടുത്ത ആളാണ് ഞാൻ. എൻ്റെ കാര്യങ്ങൾ നടത്തി തരുന്നുണ്ടോ എന്നുള്ളതല്ല, അവകാശം നേടിയെടുക്കുക എന്നുള്ള ഒരു ഇതിൻ്റെ ആളായിട്ടാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ യുദ്ധങ്ങൾ ചെയ്യുമ്പം എൻ്റെ വീട്ടിലെന്നും പ്രശ്നങ്ങളാണ്. അപ്പം എന്നെ അറിയാവുന്ന ഒരു സ്ത്രീ, എൻ്റെ അടുത്തുള്ളൊരു ചേച്ചി, എൻ്റെ ഒരു ബന്ധുവായൊരു ചേച്ചി എന്നോട് പറയാണ്, സോയ, ജീവിത വിജയം നേടണമെങ്കിൽ നമ്മൾ കുറേ സ്ത്രീകൾ സഹിക്കണം എന്ന് പറഞ്ഞു. ഞാനൊക്കെ അങ്ങനെയാണ് സഹിച്ച് ജീവിത വിജയം നേടിയതെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എന്ത് ജീവിത വിജയമാണ് നേടിയത്? ഞാനിപ്പം സെറ്റിലായില്ലേ, സെറ്റിലായെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ മക്കളൊക്കെ, ഒരാൾ ഡോക്ടറായി, രണ്ട് പേര്, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചോളും, നല്ല നിലയിൽ ജീവിക്കുന്നു, 3 കുട്ടികളും നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നു, ഇവർക്ക് ഇഷ്ടം പോലെ ഇതുണ്ട്, കാറുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇന്നും ഭർത്താവിൻ്റെ ഷഡ്ഡി അലക്കുന്ന ആരാണ്? അത് വാഷിംഗ് മെഷീനിലിട്ട് ഞാൻ തന്നെ. വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിലോ? അല്ല, ഞാൻ അലക്കും. പിന്നെ ചേച്ചി തന്നെ ബത്തേരി വരെ പോകാറുണ്ടോ? സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 30 കിലോമീറ്റർ. സുൽത്താൻ ബത്തേരി പോകില്ല? ഇല്ല, ഞാൻ പോവാറില്ല, ചേട്ടൻ എന്നെ കൊണ്ടുപോയിരുന്നത്. സുൽത്താൻ ബത്തേരി വരെ തന്നെ പോകാൻ അറിയാൻ പറ്റാത്ത കെട്ടിയൊരു ഷഡ്ഡി അലക്കുന്ന സ്ത്രീ എന്നോട് പറയുകയാണ് അവർ ജീവിത വിജയം നേടിയെന്ന്. അതാണോ ജീവിത വിജയം? ഇന്നും സ്ത്രീകളുടെ ജീവിത വിജയം എന്ന് പറഞ്ഞാൽ അതാണ്. എനിക്കറിയില്ല, ഇതൊക്കെ ഇഷ്ടപ്പെടാത്തവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് പറയുക, അതുമാത്രമേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം എന്ന് വിചാരിച്ചാൽ സ്ത്രീ ശരീരം എന്ന് പറയുന്ന ഒരു സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് എൻ്റെ വിഷയം എന്നുള്ളൊരു ഒന്നാമതിൻ്റെ സ്ത്രീ ശരീരം വിൽക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകളുടെ ശരീരം കാണിച്ച് അവർ പിന്നെ പേയ്മെൻ്റ് അടച്ചുകൊണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം കുറേ സ്ത്രീകളുണ്ട്, അവരൊക്കെ ഒരുപാട് പിന്നെ കാശ് മേടിച്ച് ലക്ഷങ്ങൾ അവർക്ക് മാസം വരുമാനം കിട്ടുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഈ യൂട്യൂബിലും വരുമാനവും പിന്നെ ഇൻസ്റ്റയിൽ റീലൊക്കെ ഇട്ട് സ്ത്രീകൾ രാത്രി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെൻ്റ് അടച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല അതിനെപ്പറ്റി, കമൻറ്റുകളിലൂടെ മാത്രമാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഈ ഒരു വിഷയം പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളാണ് ആദ്യം നോക്കിയത്. അപ്പോൾ അതിൽ പറയുന്നത് നിൻ്റെ ശരീരം വിറ്റുകൊണ്ടെന്ന് പറയും. ഈ സ്ത്രീ ശരീരം വിൽക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. നിങ്ങൾ ഓർക്കണം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വിജയശ്രീയെ നിങ്ങൾക്കറിയുമോ? ആത്മഹത്യ ചെയ്ത വിജയശ്രീ അർദ്ധനഗ്നയായിട്ടാണ് സിനിമയിൽ അഭിനയിച്ചത്. അവളുടെ ശരീരം കൊണ്ട് പൈസ ഉണ്ടാക്കിയത് ആരാണ്? അവൾ മാത്രമല്ല, സിനിമാ ലോകവും ആ സിനിമാ ലോകം കൊണ്ട് കഴിഞ്ഞ കുറേ കുടുംബങ്ങളും ആണ്. ഇന്ന് ഈ ഹിന്ദി സിനിമയിലൊക്കെ സ്ത്രീകൾ തുണി അഴിച്ച് ആടുന്നുണ്ടെങ്കിൽ ആ തുണി അഴിച്ച് ആടുന്ന പൈസ കൊണ്ടാക്കുന്നത് ഇപ്പോൾ ദീപിക പദുക്കോൾ ബിക്കിനിട്ട് അഭിനയിച്ചു. ദീപിക പദുക്കോൾ അല്ല അതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നത്, ദീപിക പദുക്കോൾ മാത്രമല്ല. അതിൻ്റെ പിന്നിൽ 1,00,000 ആൾക്കാർ ആ സിനിമയുടെ പിന്നിലുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊരു പുതുതായ ഒരു കാര്യമല്ല. പിന്നെ എന്തിനാണ് സ്ത്രീ ശരീരം കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഇത്രയും വേദനിക്കേണ്ട കാര്യം എന്താണുള്ളത്? അത്രയൊന്നും വേദനിക്കേണ്ട കാര്യമില്ല. ഇത് ഒന്ന്
പുരുഷൻ്റെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് തന്നെയാണ് സ്ത്രീ ഇതൊക്കെ ചെയ്യുന്നത്. സ്ത്രീകളുടെ ശരീരം വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത് പുരുഷൻ്റെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ പ്രതിഫലം പറ്റുന്നത് പുരുഷൻ മാത്രമല്ല, സ്ത്രീ മാത്രമല്ല, അവരുടെ മക്കളെ പഠിപ്പിക്കുന്നത് ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു സമൂഹത്തിന് ഇത് ആവശ്യമുള്ളത് കൊണ്ടാണ്, അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് സ്ത്രീയുടെ ശരീരം മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് സ്ത്രീ അവളുടെ തുണി അഴിക്കുന്നത്. എന്നിട്ടും സ്ത്രീക്ക് കുറ്റം. സദാചാരത്തിൻ്റെ പേരിൽ എന്നും ക്രൂശിക്കപ്പെടുന്നത് സ്ത്രീ തന്നെ. പിന്നെ ഉണ്ടല്ലോ ലൈക്കും ഷെയറും, ഈ യൂട്യൂബിൽ ലൈക്കും ഷെയറും ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്ന സ്ത്രീകളെ പറ്റി പറയുന്നത്. അവിടെയും ഈ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഒരു കുട്ടി, അവൾ സ്ഥിരമായിട്ടിങ്ങനെ പിന്നെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇടുന്നതാണ്. ഒരു ദിവസം അവൾ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്, അച്ഛൻ എൻ്റെ ബെഡ്റൂമിലേക്ക് വന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവളുടെ അച്ഛന് വയ്യായിരുന്നു, തീരെ നടക്കാൻ വയ്യായിരുന്നു. പക്ഷേ രാവിലെ അവൾ എണീറ്റപ്പം അച്ഛൻ മെല്ലെ വടി കുത്തി നടന്ന് എൻ്റെ ബെഡ്റൂമിലേക്ക് വന്നു എന്നാണ് അവൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ ദ്വയാർത്ഥം വെച്ചിട്ടാണ് അവൾ പറഞ്ഞത്. പക്ഷെ അതിനിടയിൽ വന്ന തെറി മുഴുവൻ അവളെ തെറി വിളിച്ചുകൊണ്ടാണ്. ബെഡ്റൂം എന്ന് കേട്ടപ്പോഴത്തേക്കും പുരുഷന്മാരെല്ലാം കയറി നോക്കി. പക്ഷെ അവിടെ ബെഡ്റൂമിലേക്ക് അച്ഛൻ സാധാരണ പോലെ നടന്നു വന്നു എന്നുള്ളൊരു സംഭവം കണ്ടതോടുകൂടി നിരാശയായി അവളെ ചീത്ത പറയുകയാണ്. ഞാൻ പറയാം, മാർക്കറ്റിംഗ് എവിടെയുണ്ടോ അവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്, എന്തുണ്ടോ അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചാൽ സ്ത്രീക്ക് തുണി ഉരിയാൻ മടിയില്ലെങ്കിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാവുന്ന ഉള്ള മേഖലയാണ് സ്ത്രീ ശരീരം. അത് കുറച്ച് സ്ത്രീകളെങ്കിലും ഉപയോഗിക്കുന്നതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയെല്ലാം എന്നല്ലേ, ഇപ്പോൾ കഞ്ചാവിന് ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുഴയ്ക്കക്കര, കർണാടക പുഴയ്ക്കക്കര കഞ്ചാവ് കൃഷിയുണ്ട്. ഇഷ്ടംപോലെ കഞ്ചാവിന് ആവശ്യക്കാരുണ്ട്. അവിടെ കഞ്ചാവ് വിൽക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് വിൽക്കുക എന്നുള്ളത് അത് ക്രൈമാണെങ്കിൽ പോലും ആവശ്യക്കാർക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളത് ഒരു തെറ്റായാലും ഇല്ലെങ്കിലും ജീവിക്കാൻ എന്താണ് മാർഗം അത് നോക്കും. ഒരു തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾ ബ്രാ ഇട്ടാൽ, എന്ന് വെച്ചാൽ ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ ബ്രാ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കൊക്കെ ബ്രാ ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ ആളുകൾ ശ്രദ്ധിക്കുമോ, ഇതിൻ്റെ ഇടയ്ക്കൂടെ ബ്രായുടെ വള്ളി കാണുമോ, ബ്രാ ഇട്ടാൽ കുറ്റം, ഇട്ടില്ലേ കുറ്റം. ഈ ബസ്സിൽ നിന്ന് ബസ്സിൽ ഇങ്ങനെ ഞാൻ കമ്പിയെ പിടിച്ചിട്ട് തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പുറകിൽ നിന്നൊരു സ്ത്രീ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടി, അവരാണ് കേട്ടോ പറഞ്ഞത്. വന്നിട്ട് എന്നോട് ഇവിടെ ഇങ്ങനെ വലിച്ചിട്ടിട്ട് പറയാം, കൊച്ചിൻ്റെ ബ്രാ കാണാൻ കേട്ടോന്ന്. എനിക്ക് ദേഷ്യം വന്നു. ഇതൊന്നും ബ്രാ കണ്ടെന്നോർത്ത് എന്താ ബ്രായുടെ വള്ളി, ബ്രാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ബ്രായുടെ വള്ളി, ഇതിൻ്റെ അറ്റത്തുള്ള ഒരു വള്ളി, അത് കണ്ടെന്നോർത്ത് എന്താണ് കുഴപ്പം? ഞാൻ ചോദിച്ചു, എന്നാ ചേച്ചി അതിന് കുഴപ്പമോ? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണോ പുറകിൽ നിന്ന് വന്നിട്ട് ബ്രായുടെ വള്ളി നിനക്ക് വലിച്ചിട്ട് തന്നെന്ന് പറഞ്ഞ് അവളെന്നെ ചീത്ത പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അവൾ സാരി എടുത്തിട്ട്, അവൾ കട്ടി കുറഞ്ഞ സാരി എടുത്തിട്ട് അവളുടെ ഇവിടെ ഈ വശം മുഴുവൻ കാണാം, ശരിക്കും സെക്സി ആയിട്ട് നടക്കുന്ന അവളാണ്. എൻ്റെ ബ്രായുടെ വള്ളി കണ്ടതാണ് അവർക്ക് വലിയ കുറ്റമായി പോയത്. ബ്രായുടെ വള്ളി കാണാൻ പാടില്ല. സ്ത്രീകൾ എന്നിട്ട് ഇതിങ്ങനെ ശ്രദ്ധിച്ച്, ഇപ്പം ഇത് ഞാൻ എല്ലായിടത്തും എപ്പോഴും ബസ്സിൽ സഞ്ചരിക്കുന്ന പൊതുവിടത്തും ഞാൻ കാണുന്നൊരു കാര്യമാണ്. സ്ത്രീകൾ ഇത് വലിച്ചിടുന്നു, ഇവിടെ വലിച്ചിടുന്നു. ഇതിൻ്റെ പുറകെ നടക്കാനാ സ്ത്രീകൾക്ക് സമയമുള്ളൂ. അവർക്ക് വേറൊന്നും ചിന്തിക്കാനും സമയമില്ല, അവർക്ക് വേറൊന്നും നോക്കാനും സമയമില്ല. പിന്നെ സ്ത്രീകളെങ്ങനെ ആരെങ്കിലും പീഡിപ്പിക്കാൻ വന്നാൽ പോലും അവർക്ക് സമയമില്ല. ഡ്രസ്സിങ്ങനെ വലിച്ചിട്ട് ഡ്രസ്സിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ജീവിതമാണ് സ്ത്രീയുടേത്. ഇത് പൊങ്ങിപ്പോകുന്നുണ്ടോ? ഇപ്പോൾ സ്കൂളിലൊക്കെ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, നാണക്കേടുണ്ടായ ഒരു വിഷയം. ടൗണിൽ പോയിട്ട് ഞാനൊരു വീഴ്ച വീണു. എൻ്റെ പാവാട എല്ലാം കൂടെ പൊന്തിപ്പോയി. ആളുകൾ ചിരിച്ചു, കൂവി. ഇന്നും എൻ്റെ മനസ്സിൽ നാണക്കേടായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ചിന്തിക്കുമ്പോൾ അതൊന്നുമില്ല, ഇത് വലിയ കുറ്റമല്ല. പക്ഷെ അന്ന് ഞാൻ അനുഭവിച്ച നാണക്കേട്, അതൊരു കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച നാണക്കേട്, ഇതിന് പുറകിൽ പുറകെ ചിന്തിക്കാനാണ്, നടക്കാനാണ് നമ്മുടെയൊക്കെ വിധി. നമ്മുടെ പറഞ്ഞാൽ മീൻസ് സ്ത്രീകളുടെ വിധി. എന്തിനാണ് ഇത്രയ്ക്ക് സ്ത്രീ വസ്ത്രധാരണം ഒരു നമുക്ക് കംഫർട്ടായ രീതിയിൽ പാൻറ്റോ ഷർട്ടോ എന്തെങ്കിലും ഇട്ട് നടന്നാൽ മറ്റുള്ളവർ എന്തിനാണ് ഇത് വിമർശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഞാൻ എൻ്റെ മോൻ്റെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുത്തു, മോനെ കെട്ടിപ്പിടിച്ചത്. അപ്പോൾ നമ്മുടെ അവിടെ ഒരു തണുപ്പുള്ള ഏരിയ, നല്ല കാറ്റും തണുപ്പും വന്നപ്പം എടുത്തൊരു ഫോട്ടോ. അപ്പോൾ അതിലെൻ്റെ ഒരു നിപ്പിള് കാണാമായിരുന്നു.
ഇൻബോക്സിൽ വന്നിട്ട് എന്നോട് കുറേ സ്ത്രീകൾ, കുലസ്ത്രീകൾ പറയാണ്, മാഡം അത് വൃത്തികെട്ടൊരു ഫോട്ടോയാണ് കേട്ടോ. എന്ത് വൃത്തികെട്ട ഫോട്ടോ ആണ്? ഞാൻ ഫുൾ ഡ്രസ്സിൽ നിൽക്കുകയാണ്, ഞാൻ പിന്നെ ബ്രായോ ബിക്കിനി ഒന്നുമല്ല ഇട്ടിരിക്കുന്നത്, ഞാൻ പാൻറ്റും ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് പറയാണ്, അതിൽ മാഡത്തിന് നിപ്പിൾ തടിച്ച് നിൽക്കുന്നത് കാണാമെന്ന്. എന്താണ് എനിക്ക് മനസ്സിലാവുന്നത്? ഒരു കുറ്റം, ഒരു ഫോട്ടോയിൽ സ്ത്രീയുടെ നിപ്പിള് അത്രയും കവർ ചെയ്തിട്ടുണ്ട്, ബ്രായിട്ട് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ടീഷർട്ട് ഇട്ടിട്ടുണ്ട്, എന്നിട്ടും അതിൻ്റെ മുകളിലൂടെ ഒരു സ്ത്രീയുടെ നിപ്പിള് തടിച്ച് കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും അങ്ങോട്ട് കരയാനും മാത്രം എന്തിനാണെന്നെങ്കിൽ ഈ സ്ത്രീകൾക്ക് നിപ്പിള് കൊടുത്തിരിക്കുന്നത്? പുരുഷന്മാർ എത്രയോ പേര് നിപ്പിളും കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മോലം കാണിച്ചുകൊണ്ട് ഈ അമ്പലത്തിലും എല്ലായിടത്തും ഒക്കെ നടക്കുന്നു. ഇപ്പം ഞാൻ അത്രയും ബുദ്ധിമുട്ടില്ല. ഞാനും ഹസ്ബൻഡും കൂടെ പറമ്പിലേക്ക് ജോലിക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് എന്നാ അടുത്തിട്ട് ഷർട്ടല്ല ഊരി വീശും. എനിക്കിത് ഊരി വീശാൻ പറ്റില്ല, കാരണം എനിക്ക് നിപ്പിളുണ്ട്, എനിക്ക് പിന്നെ ബ്രസ്റ്റുണ്ട്, എനിക്കിത് വീശാൻ പറ്റില്ല. സ്ത്രീയുടെ സ്വാതന്ത്ര്യം എല്ലായിടത്തും ചൂടിനകത്തില്ലാത്ത. ഇപ്പം ഞാൻ ഇന്നലെ ഞാൻ ഈ വിഷയമാണല്ലോ പറയുന്നത്. ഞാനിന്നലെ ട്രെയിനിൽ വന്നപ്പോൾ എൻ്റെ അടുത്തിരുന്ന കുട്ടിയോട് പർദ്ദ ധരിച്ചിട്ട് കൂടി ചോദിച്ചു, മോളെ ഈ ചൂടിന് ഈ കറുത്ത വസ്ത്രം ഇട്ടിട്ട് നിനക്ക് ഒരു പ്രശ്നവുമില്ലേ? ഒരു പ്രശ്നവുമില്ല, എനിക്ക് കംഫർട്ടാണെന്ന്. കാരണം ശീലിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കുഴപ്പമില്ല. ഇതിനടുത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്ന് തോന്നുമ്പോഴാണ് നമുക്കിതെല്ലാം പ്രശ്നം. ഒരു മതവിശ്വാസിക്കും മതം എന്ന് പറയുന്നത് എപ്പോഴും ആ മതം അടിച്ചേൽപ്പിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങളിവിടെ കൂടിയിരിക്കുന്ന പുരുഷന്മാരായതുകൊണ്ട് ഞാൻ ആ ഒരു ഉദാഹരണം പറയുകയാണ്. മതം എന്ന് പറയുന്നത് പുരുഷന് അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഒരു കാരണവശാലും അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പുരുഷൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വർഗം കിട്ടും, എനിക്ക് സ്വർഗം കിട്ടുമെന്ന് ജീവിക്കുന്ന അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പുരുഷൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ പോലെ ടീഷർട്ടും ഇട്ടിട്ട് അല്ലെങ്കിൽ ട്രൗസറും ഇട്ടിട്ട് നടക്കാൻ ഒരു സ്ത്രീയും ആഗ്രഹിക്കില്ല. കാരണം അവർക്ക് താല്പര്യമില്ല, കാരണം അവർ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ മറവിൽ അവർ സുഖമായിട്ട് അങ്ങ് ജീവിക്കുകയാണ്. പിന്നെ ഏത് വിഷയം വന്നാലും സ്ത്രീയുടെ സെക്സും സ്ത്രീയുടെ ശരീരമാണ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് ഒരു ഓവർസിയർ, പിന്നെ നമ്മുടെ കൊച്ചിയിലൊരു ഓവർസിയർ പിന്നെ കൈക്കൂലി കൊടുത്തൊരു വാർത്ത നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? ആ ഓവർസിയറുടെ വാർത്ത നമ്മളിങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ ആ വാർത്തയിൽ അവരിങ്ങനെ കൈവച്ച് മുഖം മറച്ചിട്ടുണ്ട്. മുഖം മറിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല, എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ കുറ്റം ചെയ്യപ്പെട്ട മുഖം മറച്ചുകൊണ്ട് പോകും. പക്ഷേ ഈ മുഖം മറിച്ച ഇതിൻ്റെ ഇടയിൽ വന്ന കമൻ്റ് ആണെന്നറിയോ? നീ പോയി കക്ഷത്തിൽ പൂട പഠിക്കടിയെന്ന്. എത്ര കമൻറ്റ്! നിങ്ങളൊരു ആ വാർത്തയുടെ അടിയിൽ നിങ്ങൾ പോയി നോക്കിക്കോ, ഞാൻ ഗ്യാരണ്ടി തരാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ നീ കക്ഷത്തിലെ പൂട പഠിക്കടി. നീ ഇത്രയും പൈസ മേടിച്ചിട്ട് കക്ഷത്തിലെ പൂടയല്ലേ പൂട നിനക്ക് വടിച്ചുകൂടെ? നിനക്കതിന് ബ്ലേഡ് കിട്ടില്ലേ എന്ന്. അവിടെ ഞാൻ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്തിനെ പറ്റിയാണ്? നമുക്ക് അവകാശപ്പെട്ട ഒരു സർവീസ് ചെയ്യേണ്ട ഒരു വനിത അവരിരിക്കേണ്ട സ്ഥാനത്തിരുന്നുകൊണ്ട് നമ്മളോട് കൈക്കൂലി മേടിച്ചു, എത്ര മേടിച്ചു, എന്തിനു മേടിച്ചു എന്ന് ചർച്ച ചെയ്യേണ്ടതിന് പകരം അവളുടെ കക്ഷത്തിലെ പൂടയാണ് നമുക്ക് വിഷയം. നമുക്കല്ല, അവിടെ ഇരിക്കുന്നവർക്ക് വിഷയം. അതാണോ നീ വിഷയം? കക്ഷത്തിലെ പൂട, സ്ത്രീ കക്ഷത്തിലെ പൂട പഠിച്ചില്ലെങ്കിൽ ആർക്കെന്താണ് കുഴപ്പം? സ്ത്രീയുടെ ശരീരം അതുപോലെ സരിത സ്വപ്ന, ഇതുപോലെ സരിത സ്വപ്ന ഉള്ളവർ ശബരിമല കയറിയ സ്ത്രീകളാണ്. ശബരിമല കയറി സ്ത്രീകൾ ശബരിമല എന്തിനു കയറി? ഇനിയിപ്പോൾ നമുക്ക് യുക്തിവാദി പോലും വേണമെങ്കിൽ പോലും തർക്കിക്കാം. എന്തിന് വെറുതെ അവരവിടെ എങ്ങനെ കയറാതിരിക്കോ ചെയ്തോട്ടെ, എന്തിനവിടെ പോയി നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം നീയൊക്കെ വേശ്യകളല്ലേ ഡി എന്ന് ചോദിക്കുന്നു. നീയൊക്കെ വേശ്യല്ലേ? സരിത വേശ്യല്ലേ? സ്വപ്ന സുരേഷിൻ്റെ സാരി കൊടുത്ത ഫോട്ടോ കണ്ടിട്ട് അവരുടെ ബ്രസ്റ്റിനെ പറ്റി കമൻറ്റ് ചെയ്ത ക്രൈമിന് പുരുഷൻ എവിടെയെങ്കിലും ഇങ്ങനെയൊന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇങ്ങനെയൊന്ന് അഭിമുഖം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? സ്വന്തം ശരീരത്തിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം വെച്ച് കമൻറ്റ് പറയേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. അത് സ്ത്രീക്ക് മാത്രമാണ് പ്രശ്നം. അവളുടെ ശരീരത്തെ ചൂണ്ടിക്കൊണ്ട് നീ വേശ്യല്ലേടി, നീ അതല്ലേ, ഇതല്ലേ, നീ ഇന്ന ജാതിയിൽ പിറന്നവളല്ലേ, ജാതി, ഇതെല്ലാം സ്ത്രീക്ക് മാത്രം നേരിടേണ്ട ഒരു പ്രശ്നമാണ്. ഇപ്പം നമ്മൾ പിന്നെ ഉദ്ഘാടനങ്ങൾ പോകുമ്പോൾ ഹണി റോസ് അടക്കം, ഹണി ആയാലും ഇപ്പം അന്നാരാജൻ എന്ന് പറഞ്ഞ കുട്ടിയായാലും നമ്മൾ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഇവർക്കൊക്കെ സൗന്ദര്യം ഉള്ളത് കൊണ്ടാണ് ഇവരെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്. അത് ഉറപ്പാണല്ലോ.
ആ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആ സൗന്ദര്യം വെച്ചിട്ട് മുതലാക്കാം എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഉദ്ഘാടകർ അവരെ വിളിക്കുന്നതും. ഹണി റോസ് എനിക്ക് സൗന്ദര്യമുള്ളത് കൊണ്ടാണ് എന്നെ ഇവിടെ വിളിക്കുന്നതെന്നും അവർക്ക് പരസ്പരം അറിഞ്ഞുകൊണ്ടാണ് ഇത്രയും പേര് ഇവിടെ കാണാൻ വരുമെന്നും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ അവിടെ വരുന്നതും ഉദ്ഘാടനം ചെയ്യുന്നതും. ഇപ്പം ഞാൻ അടൽസോണി സിനിമകളിൽ അഭിനയിക്കുന്ന സണ്ണി ലിയോൺ കൊച്ചി വന്നപ്പം അവിടെ കൊണ്ടുള്ള പുരുഷാരമാണ്, സ്ത്രീയാരമല്ല, പുരുഷാരം. നിങ്ങൾ കണ്ടതായിരിക്കും. അത്രയ്ക്ക് തിരക്കായിരുന്നു. ട്രാഫിക് നിയന്ത്രിക്കാൻ പാടുപെട്ടു പോലീസ്. അത്രയും ബ്ലോക്കായി, കൊച്ചി നഗരം മൊത്തം ബ്ലോക്കായി. അത്രയും ജനമാണ് സണ്ണി ലിയോണിനെ കാണാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ വന്നത്. എന്തുകൊണ്ടാണ്? ഞങ്ങൾ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന, തങ്ങൾ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന സ്ത്രീ ശരീരം നേരിൽ കാണാൻ വേണ്ടി വന്ന പുരുഷന്മാരാണ് അവരൊക്കെ. ഞാൻ പറയുന്നത് ആരാധിച്ചോളൂ, അല്ലെങ്കിൽ കണ്ടോളൂ, ആസ്വദിച്ചോളൂ, ഒരു പരാതിയില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഏത് സ്ത്രീയെ മനസ്സിൽ വെച്ച് വേണേലും ആരാധിക്കാം. ഐശ്വര്യ റായി ഇനിയോ ആരെയോ ഇനി ഇപ്പം ഈ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ കാണുന്ന സ്ത്രീകളെ വെച്ച് അവരുടെ ശരീരം മനസ്സിൽ വെച്ച് ആരാധിക്കുക നിങ്ങളോട് ആരും പറയില്ല. നിങ്ങൾ മനസ്സിൽ വെച്ചാൽ. പക്ഷേ ദ്വയാർത്ഥ ലൈംഗിക അധിക്ഷേപം അവർക്ക് മേൽ നടത്താനും അവരെ വേദനിപ്പിക്കാനും നമുക്ക് അവകാശമില്ല, നമുക്ക് അധികാരമില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു രണ്ട് പെൺകുട്ടികളുണ്ട്, ബോഡി ബിൽഡേഴ്സ്. ആരതിയും ചിത്ര പുരുഷോത്തമൻ എന്ന് പറയുന്ന ബാംഗ്ലൂരുകാരി പെൺകുട്ടിയും. ആ പെൺകുട്ടികൾ ഇടുന്ന ഡ്രസ്സ് എനിക്ക് തീരെ ഇഷ്ടമല്ല. അവരങ്ങനെയല്ല വരേണ്ടത്. അവർ കുറച്ചുകൂടി ടീഷർട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ. അത് എനിക്ക് പറയാൻ മാത്രം, എൻ്റെ ഉള്ളിൽ വെക്കാനേ മാത്രമല്ല, അവരോട് പറയാൻ എനിക്കെന്ത് അവകാശം? അവരുടെ ഇഷ്ടമാണത്. അവരാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ എന്ത് ഡ്രസ്സ് ഇടണം എന്ന്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പം അടുത്തായിട്ട് ജനറൽ ന്യൂട്രൽ യൂണിഫോം വന്നല്ലേ ഈ കുറച്ച് കാലം മുമ്പ്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അത് കംഫർട്ടാണ് എന്ന് പറഞ്ഞ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് കംഫർട്ടാണ് ഭയങ്കര. നമുക്ക് പോക്കറ്റ് വെച്ച, എനിക്കൊക്കെ ചെറുപ്പം മുതലേ പോക്കറ്റ് വെച്ചിട്ടുള്ള ഡ്രസ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമ്മളിടുന്ന പാവാടയ്ക്കോ ബ്ലൗസിനോ ഒന്നും പോക്കറ്റില്ല. നമുക്കൊരു ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും വെക്കാനോ പേന വെക്കാനോ. ഇപ്പം നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ ചെന്നാൽ കാണാം പെൺകുട്ടികൾ പണ്ടത്തെ സാരി ഉടുത്തിട്ടല്ല, ഷർട്ടും ഇവിടെയൊക്കെ പോക്കറ്റ് കാണാം. അവർക്കൊരു ചെറിയ സ്ലിപ്പ് വെക്കാം, അവർക്ക് പേന വെക്കാം, അവർക്ക് എന്തെങ്കിലും ഒരു മരുന്ന് ചെറിയൊരു മെഡിസിൻ വെക്കണമെങ്കിൽ അത് വയ്ക്കാം. അങ്ങനെ അപ്പം അത്രയും സൗകര്യമായ വേഷത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുമ്പോൾ സ്കൂളിൽ കുട്ടികൾ ചെറുപ്പത്തിലൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പാവാട ഇങ്ങനെ പൊന്തിപ്പോവും എന്ന് വിചാരിച്ചിട്ട് ഒരു കളിയിൽ ഏർപ്പെടാൻ സ്ത്രീകൾക്ക് പറ്റില്ല. അവർ ഒരു തരത്തിലും ശാരീരികമായ ബലമുള്ളവരോ ശാരീരികമായി ശക്തിയുള്ളവരോ അല്ലാതെ അവരെ ഒതുക്കാൻ പറ്റിയൊരു വേഷമാണ് പാവാടയും ബ്ലൗസും. എന്നിട്ട് ആണുങ്ങളുടെ പക്ഷം അത് ആണുങ്ങളുടെ വസ്ത്രമാണ് പാൻറ്റും ഷർട്ടും. ആണുങ്ങളുടെ വസ്ത്രമാണ് പാൻറ്റും ഷർട്ടും എന്ന് വിചാരിച്ചത്. ഇപ്പം ജീൻസ് ധരിക്കുന്നു. ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ ജീൻസ് ധരിക്കുന്നതിന് ഒരു പറഞ്ഞ ജീൻസ് ധരിച്ചാൽ പ്രസവിക്കില്ല എന്ന് ഒരു പക്ഷം, ജീൻസ് ധരിച്ചാൽ DNA എന്തോ മാറ്റം വരുമെന്ന് ഒരു പക്ഷം. പക്ഷേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരു ജീൻസും അവർക്ക് ഭയങ്കരമായൊരു സൗകര്യം അതാണ്. ഒരു ജീൻസ് ഉണ്ടെങ്കിൽ കുറേ കുർത്ത ഉപയോഗിക്കാം. പിന്നെ ഒരു ജീൻസ് കൊണ്ട് കുറേ ദിവസം ഉപയോഗിക്കാം. ഭയങ്കര ഇതാണ്. ഇത് കുർത്ത മാത്രം അലക്കിയാൽ മതി, അല്ല മോളെ? കുർത്ത അലക്കിയാൽ മതി. മറ്റ് ജീൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറേ ദിവസം കൂടി അലക്കിയാൽ മതി. അത് മാത്രമല്ല ഇതിന് കുറേ കോമൺ ആയിട്ടുള്ള അല്ലാത്ത കുർത്ത ഇടാൻ പറ്റും. ഇതൊക്കെ ഒരു സൗകര്യമായിട്ട് എടുത്ത് സ്ത്രീകൾ ജീൻസ് ധരിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ അവിടെ പറ്റി, സ്ത്രീകൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ പ്രസവിക്കില്ല. ഇതൊക്കെ ഈ പറയുന്ന കുറേ ഇതിപ്പം നിങ്ങൾ ആരാണ് അറിയാം പ്രസവിക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു. അപ്പോൾ പെൺകുട്ടികളൊക്കെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ജീൻസ് ധരിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം പുരുഷന്മാർക്കാണ് ജീൻസ് ധരിച്ചാൽ പ്രശ്നമെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. ജീൻസ് ധരിച്ചാൽ പുരുഷന്മാർക്കാണ് പ്രശ്നമെന്ന്. കാരണം അവർക്കാണ് കംഫോർട്ട് അല്ലാതാവുന്നത്. പെൺകുട്ടികൾക്ക് ജീൻസ് ധരിച്ചാൽ ഒരു പ്രശ്നമില്ല. അത് പെൺകുട്ടികൾ തന്നെ പലയിടത്തും വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ കല്യാണത്തെപ്പറ്റി തന്നെ പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. അതുപോലെ ബൈക്കിൽ പോകുമ്പോഴൊക്കെ ആണെങ്കിലും
പെൺകുട്ടികൾക്ക് കുർത്തയും ജീൻസും ഷാളില്ലാത്ത ഡ്രസ്സ് അതൊക്കെയാണ് അവർക്ക് കംഫോർട്ട്. അത് ഇപ്പോൾ ഷാളിടുന്നത് എന്നൊരു ഷാളിട്ടുകൊണ്ട് നടക്കാൻ പാടുള്ളൂ, ഒരു ഷാളത് കുത്തി ഇതൊക്കെ നടക്കാൻ പാടുള്ളൂ എന്ന് പറയും. ഇപ്പോൾ ഒരു കുട്ടിയോട് ആൺകുട്ടിയോട് ചോദിക്കുകയാണ്, ഈ ഇതിലുണ്ട് ആൺകുട്ടിയോട് ചോദിക്കുകയാണ് പെൺകുട്ടികളുടെ വസ്ത്രം എങ്ങനെ വേണം, വേറൊന്നും ചോദിക്കാനില്ല, പെൺകുട്ടികളുടെ വസ്ത്രം എങ്ങനെ വേണം. അത് എൻ്റെ ആ അമ്മയും എൻ്റെ പെങ്ങളും എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. പക്ഷേ എൻ്റെ കാമുകി എങ്ങനെ വസ്ത്രം ധരിക്കണം അവൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. അവളെ ഞാൻ കെട്ടട്ടെ, അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചോളാം. അപ്പോൾ പറയാണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ എൻ്റെ വരുതിയിൽ ഞാൻ നിർത്തിക്കോളാം. അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടികളൊന്നും കല്യാണം കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചത്. അപ്പം ഈ പിന്നെ ആൺകുട്ടികളോട് പറയുമ്പോൾ പിന്നെ ഈ ഡ്രസ്സ് വസ്ത്രധാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൺകുട്ടി എഴുതിയേക്കാണ്, എൻ്റെ അമ്മ ചുരിദാറിട്ടാൽ ഞാൻ നാട്ടിലേക്ക് വരില്ല കേട്ടോ, ചുരിദാറിട്ടാൽ ഞാൻ നാട്ടിലേക്ക് വരികയില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വരികയില്ല. അമ്മ ചുരിദാർ ഇടണമെന്ന് അമ്മയുടെ ഡ്രസ്സ് പെങ്ങളുടെ അടുത്ത് അത്രയ്ക്കും പണി പണിയാൻ പറ്റില്ല. കാരണം അമ്മയുടെ ഡ്രസ്സ് എങ്ങനെ തീരുമാനിക്കേണ്ടതെന്ന് ആമക്കളാണ്. അമ്മയുടെ ഡ്രസ്സ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ്, അമ്മയുടെ ഇത് അമ്മ ആരെ പ്രേമിക്കണം, അമ്മ ആരോട് മിണ്ടണം തീരുമാനിക്കുന്നത് ചിലപ്പോൾ കെട്ടിയവനല്ല, ആമക്കളാണ്. അമ്മ എങ്ങനെ വേണം, അമ്മ ആരോട് പിന്നെ അമ്മ ആരെങ്കിലും പ്രണയിക്കണോ, അമ്മ ആരോട് അമ്മ വേണേൽ അച്ഛനെ പ്രണയിച്ചോ, അച്ഛനെ നോക്കിയോ, അല്ലാണ്ട് വേറെ ആരെയും പ്രണയിക്കാൻ പറ്റില്ല. അമ്മയുടെ പ്രണയമൊക്കെ മക്കളുടെ കയ്യിൽ, ആമക്കളുടെ കയ്യിലിരിക്കുന്നത്. ആമക്കൾ അത്രയും സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുകയാണ് അമ്മ ആരോടെങ്കിലും മിണ്ടുന്നതൊന്നും ഇഷ്ടമല്ല. ഇപ്പം അമ്മയുടെ പ്രണയം എന്ന് പറയുന്നത്, ഞാൻ വിഷയത്തിലേക്ക് മാറിപ്പോവല്ല, ഒരു ജസ്റ്റ് ഒരു കാര്യം, ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയണം. അമ്മയുടെ പ്രണയം എന്ന് പറയുന്നത് ആമക്കളുടെ കയ്യിലോ ഒരാളുടെയും കയ്യിലോ ഇരിക്കുന്നില്ല, അല്ല, അത് അവനവൻ്റെ അമ്മമാരുടെ മാത്രം കയ്യിലിരിക്കുന്നതാണ്. 50 വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീ. അപ്പോൾ ഞാൻ ഒരു സൈക്കോ തെറാപ്പിസ്റ്റിനോട് ഇങ്ങനെ തെറാപ്പി ചെയ്യുമായിരുന്നു. അപ്പോൾ തെറാപ്പി ചെയ്തപ്പോൾ എന്നോട് തെറാപ്പിസ്റ്റ് പറഞ്ഞു, സോയ, ഈ ലൈഫിൽ നിന്ന് പ്രണയവും സെക്സും എല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഭയങ്കരമായിട്ടുള്ള പിന്നെ നമ്മൾ ഭയങ്കര ഡിപ്രഷനിലേക്ക് വരും. അതൊക്കെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഞാൻ ചോദിച്ചു, ഡോക്ടർ ആരെ പ്രണയിക്കണം, എനിക്കറിയില്ല ആരെ പ്രണയിക്കണം, എന്നെക്കൊണ്ട് ഇനി പ്രണയമൊന്നും ഉണ്ടാവാൻ പറ്റില്ലെന്ന് തോന്നുന്നില്ല. ഭർത്താവിനെ തന്നെ പ്രണയിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ ഉള്ള എൻ്റെ മൂഡ് കളയരുത്. ഭർത്താവിനെ 35 വർഷമായിട്ട് ഞാൻ പ്രണയിക്കുന്നു, ഇനി ഞാൻ അയാളെ എന്ത് പ്രണയിക്കാനാണ്, ഇനി ഞാൻ കണ്ടുകൊണ്ട് മടുത്തിരിക്കും. എവിടെയെങ്കിലും പോകുമ്പോൾ യാത്ര പോകുമ്പോൾ തന്നെ ഉണ്ട്, ഈ 35 വർഷമായിട്ട് ഈ മുഖം കണ്ട് ഞാൻ മടുത്തു, ഇനി എനിക്ക് കുറച്ച് ഫ്രീ ആകണം. കാരണം നമുക്ക് ജീവിതത്തിൽ സന്തോഷമൊന്നും അല്ല ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാം, വിവാഹ ജീവിതം പുരുഷനും സ്ത്രീക്കും ഒക്കെ മടുപ്പ് തന്നെയാണ്. അത് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മളെന്തോ ഒരു സ്ട്രക്ചർ ഈ ലോകത്ത് എന്തോ ഒരു സ്ട്രക്ചർ നിലനിർത്തണം എന്ന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആ ഒരു റൂട്ടിൽ പോവാണ്. അല്ലാണ്ട് ആർക്കും ഭർത്താവിനോടോ ഭാര്യയോടെ പ്രണയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോൾ എൻ്റെ ഭർത്താവിനെ പ്രണയിക്കുന്നു പറഞ്ഞാൽ പുള്ളിക്ക് കൃഷി ഇത് മാത്രം ചിന്തയുള്ളൂ, അയാൾ എങ്ങനെ ഞാൻ പ്രണയിക്കാനാണ്? ഇപ്പം അനിമൽ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറയാനുണ്ട്. അനിമൽ പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ കാണുകൊണ്ട് പുള്ളി ഓർക്കും, ഇഞ്ചി നടാൻ പറ്റിയ സ്ഥലം, അങ്ങനെ പറയുള്ളൂ. ആനിമൽ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യവസായിമാർ നമ്മുടെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന സ്ഥലം. നമ്മളിങ്ങനെ എന്താ പറയുക, എൻ്റെ സിംഹം ആ പോത്തും കുഞ്ഞിനെ പിടിക്കുവാണല്ലോ എന്ന് ഓർത്ത് നമ്മളിങ്ങനെ ആകെ ടെൻഷനിലിരിക്കുമ്പോൾ പുള്ളി പറയും, ഇഞ്ചി നടാൻ പറ്റിയ സ്ഥലം. ഇത് പറയുന്ന ഒരാളെ നമ്മളെങ്ങനെ പ്രണയിക്കാനാണ്? നമ്മളെ പ്രണയിക്കുക നമുക്ക് അല്ലെങ്കിലും പ്രണയിക്കാൻ പറ്റില്ല. അത് ഒരു സത്യമാണത്. അത് നിങ്ങളിപ്പം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും പേടി, അയ്യോ എൻ്റെ ഭാര്യ എന്നെ വിട്ടു പോകുമെന്ന് എല്ലാവരും ഉള്ളിൽ പേടിക്കും. വിട്ടു പോകുമൊന്നുമില്ല, അതവിടെ കിടക്കും. പക്ഷെ പ്രണയിക്കാൻ പറ്റില്ല. ആ ഒരു സത്യം വലിയൊരു അല്ല, ചിലരുടെയൊക്കെ മുഖം കാണുമ്പോൾ എനിക്ക് ചിരി വരുവാണ്, ടെൻഷൻ കയറുവാണ്. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആങ്ങളഭരണം എന്ന് പറയുന്ന ഒരു വലിയ സംഭവമുണ്ട് വീട്ടിൽ. നമ്മുടെ ഈ ആൺകുട്ടികൾ ഉണ്ടല്ലോ, ചേച്ചിമാരെ കയറി ഭരിക്കും. കുട്ടികൾ അന്യനായിരിക്കും, എൻ്റെ അന്യനല്ല, നീ ഇന്ന വസ്തു
വസ്ത്രം ഇടണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. അമ്മേനെ ആങ്ങളെയും ഭരിക്കുന്നത് ആരാ? കുഞ്ഞാങ്ങളെയായിരിക്കും. അവിടെ ആങ്ങളമാർക്ക് ആയിരിക്കും വലിയ സ്ഥാനം. അപ്പം ഈ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ ഇടപെടുന്നത് സമൂഹത്തിലെ പല ഇതാണ്. അതായത് എന്താ, മതം, സമൂഹം, പിന്നെ സ്ഥാപനങ്ങൾ, കുടുംബം, എല്ലാ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്തുമതത്തിലാണേലും പിന്നെ നമ്മുടെ ക്രിസ്തുമതത്തിൽ പറയും ശിരോവസ്ത്രം അണിയണം. ശിരോവസ്ത്രം അണിഞ്ഞിട്ട് സ്ത്രീകൾ വരണം. എന്തിനാണ്? പിന്നെ നമ്മുടെ ആ ഒരു ഭക്തിസാന്ദ്രമായ ഒരു ഇതിനെ ബഹുമാനിക്കാനുള്ള പിന്നെ ബാധ്യത സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ, പുരുഷനില്ല. കന്യാസ്ത്രീകളുടെ അച്ഛന്മാരുടെയും ഡ്രസ്സ് എടുത്താൽ തന്നെ നോക്കിക്കേ, കന്യാസ്ത്രീകൾക്ക് അവർക്കിഷ്ടമുള്ള ഒരു ഡ്രസ്സില്ല. ഇപ്പം ഞാൻ ജിമ്മിൽ പോകുമ്പോൾ എന്നാൽ അച്ഛൻ പിന്നെ ഈ കുടവയറും കാണിച്ചൊരു ട്രൗസറും ഇട്ടിട്ട് പാൻറ്റ് അയാൾ വന്നിട്ട് നല്ല പിന്നെ ഇതിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നു. പക്ഷേ ഒരു കന്യാസ്ത്രീക്ക് അങ്ങനെ വരാൻ പറ്റുമോ? ഇപ്പോൾ ഞാൻ ഒരു കന്യാസ്ത്രീയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്ക് നടക്കാൻ പോകണമെന്നുണ്ട്, പക്ഷേ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ എങ്ങനെ നടക്കാൻ പോകാനാ? അവർക്ക് വീടിനുള്ളിൽ അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു കവറിനുള്ളിൽ മാത്രമേ അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു നൈറ്റോ അല്ലെങ്കിൽ ശിരോവസ്ത്രം ഊരാൻ പോലും അവർക്ക് അനുവാദമുള്ളൂ. ഇതെല്ലാം ഇട്ടിട്ട് ഈ ചാക്കും ഇട്ടിട്ട് അവരെങ്ങനെ നടക്കാൻ പോകാൻ? അവരെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഈ സിസ്റ്റർ ലൂസി എന്നാൽ ചുരിദാർ ഇട്ടപ്പോൾ ശിരോവസ്ത്രം ഊരിയതിനെ പറയുന്നതും ലൂസിനെ വിളിച്ചു മറ്റേ പേര്. ശബരിമല പോയ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ എന്നിട്ട് എല്ലാവരും എന്തിനാണ് അവൾ ചെയ്ത തെറ്റാണോ ഇല്ലയോ എന്നല്ല, ഉടനെ അവളെ വിളിക്കുക എന്നുള്ളത് വേശ്യ എന്നുള്ള ഒരൊറ്റ പേരേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഒരു പിന്നെ കാപ്പിപ്പൊടി ഉണ്ടല്ലോ പിന്നെ ജോസഫ് പുത്തമ്പരക്കൽ എന്ന് വിളിക്കുന്ന അച്ഛൻ കുടുംബ ബന്ധങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് എന്ന് വിളിക്കുകയാണ്. അയാൾ പിന്നെ നമ്മുടെ എന്താ ഈ ഇക്കഴിപ്പെടുത്തുന്ന കടപ്പുറ രംഗങ്ങളെ അയാളുടേത് രീതിയിൽ അഭിനയിച്ചിട്ട് കുറേ പോട്ടന്മാരും പൊട്ടികളും ഇരുന്ന് കൈയടിക്കുന്ന കേട്ടിട്ട് സ്വന്തം ചിരിച്ച് കണകണാന്ന് ചിരിച്ചിട്ട് സ്റ്റേജിൽ കൈയടി വാങ്ങുന്ന ഒരു 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 എന്താണ് അയാളെ പേര് പറിക്കുന്നില്ല ഒരുത്തൻ. അപ്പോൾ പെൺകുട്ടികളുടെ വിവാഹത്തെ പറ്റിയുള്ള പറഞ്ഞാൽ പെൺകുട്ടികൾ ഉടുപ്പിട്ടുകൊണ്ടാണ്, പക്വത വരാത്ത പെൺകുട്ടികൾ ഉടുപ്പിട്ടുകൊണ്ടാണ്. ഈ ഉടുപ്പ് എന്ന് പറയുന്നത് എവിടുന്ന് വന്നതാണ്? ക്രിസ്തുമതം എവിടുന്ന് വന്നതാണ്? ക്രിസ്തുമതം യൂറോപ്പിൽ നിന്നാണ്. അവിടെ ഉടുപ്പെന്ന് പറഞ്ഞാൽ പോലും പെൺകുട്ടികൾ സ്ലീവ്ലെസ്സും അതും ഇവിടം വരെ ഇങ്ങനെയാണ് അവരുടെ ഡ്രസ്സൊക്കെ. അവിടുന്ന് വന്നതാണ്. അവരവിടെ ഇടുന്നതാണ്, ഇവിടെ ഇടാൻ പാടില്ല. മന്ത്രകോടി, അതായത് ഭാരത സ്ത്രീകളുടെ വസ്ത്രമായ ചിത്രത്തുന്നലുള്ള മന്ത്രകോടി അത് പിടിക്കേണ്ട വിധത്തിൽ പിടിക്കണം. അവൾക്കറിയില്ല അത് പിടിക്കാൻ എന്ന് പറയാണ്. അപ്പോൾ വിവാഹത്തിൻ്റെ പേരിൽ പെൺകുട്ടികൾ അപ്പോൾ അതിനകത്ത് പിന്നെ പറയുന്നുണ്ട്, അച്ചോ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ തന്നെ താല്പര്യമില്ല. എന്തിനാണ് എന്നിട്ട് ഈ വിവാഹത്തിൻ്റെ ഒരു വൈബുണ്ടല്ലോ, അതിൻ്റെ പേരിലാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നതെന്ന്. അതിന് ആൺകുട്ടികൾ അതിൻ്റെ വേണ്ടി വന്നിട്ട് പ്രസ്റ്റേഷൻ തീർക്കുകയാണ്. നിനക്കൊക്കെ പിന്നെ എന്താടി, അതാണ് ഇതാണ്. പെൺകുട്ടികൾ വിവാഹം കഴിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള കാരണം ആരാണ്? ഒരു ഫെമിനിസ്റ്റും ഒരു യുക്തിവാദിയും അല്ല. ആണോ? ഒരു ഫെമിനിസ്റ്റും അല്ല, ഒരു യുക്തിവാദിയും ഇല്ല. അവർ സ്വന്തം കുടുംബത്തിലെ സ്വന്തം വീട്ടിലെ അച്ഛനമ്മമാരുടെ ജീവിതം കണ്ടതുകൊണ്ടും അവർക്ക് വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ടാണ് പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള കാരണം. പിന്നെ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്കിങ്ങനെ കല്യാണത്തിന് ഇങ്ങനെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകാനൊക്കെ ഇഷ്ടമാണ്. അതൊക്കെ ഒരു രസമല്ലേ? ഇത്രയും കാശ് മുടക്കി കല്യാണം കഴിച്ചിട്ട് അവൾക്ക് പിന്നെ എന്താ പറയുക, ഡിവോഴ്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ അച്ഛന്മാരുടെ ഒരു പ്രത്യേക പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പള്ളി വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ സ്ത്രീകളുടെ വസ്ത്രത്തിലേക്കാണ് നോട്ടം. പള്ളിയിൽ വന്നിട്ട് അവൾ എൻ്റെ മുമ്പിൽ ഒരു നിങ്ങൾ കേട്ടില്ല, പള്ളിയിൽ വന്നിട്ട് അവൾ എൻ്റെ മുമ്പിൽ കുർബാന സ്വീകരിക്കുന്നുള്ള മുടിയും ചീവിയിട്ടില്ല, അവളൊരു ടീഷർട്ട് ഒരു പാൻസ് ഒക്കെ ഇട്ടിട്ട് വരുമെന്ന് പറയാനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ പറയുന്നത് എവിടെ ഇരുന്നിട്ടാണ് അവർ ഈ അൾത്താര എന്ന് പറയുന്ന മധുബഹ എന്ന് പറയുന്നത് ഭയങ്കര വിശുദ്ധ സ്ഥലമാണെന്ന് പ്രഖ്യാപിക്കുന്ന മധുബഹയിൽ നിന്നിട്ടാണ് അവർ പെൺപിള്ളേരുടെ ഷഡ്ഡിയെ പറ്റി പറയുന്നത്. അവർക്ക് വേറൊന്നുമില്ല വിഷയം, അവർക്ക് വേറൊന്നും പറയാൻ വിഷയമില്ല. മനസ്സിന് ആഴമില്ലാത്തവരാണ് അത്രേ ഈ വസ്ത്രം കുറയ്ക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ പറയുന്ന മദർ തെരേസനെ നോക്ക്,
പിന്നെ മറ്റേ നമ്മുടെ അമൃതാനന്ദമയ്യെ നോക്ക്, അവർക്കൊക്കെ മനസ്സിന് ആഴമുണ്ട്. അതുകൊണ്ട് അവർ ആ വസ്ത്രത്തിൽ ഇരിക്കുന്ന. അപ്പോൾ ഗാന്ധിജിക്ക് മനസ്സിന് ആഴമില്ലേ? അതുപോലെ തന്നെ വേറൊരു രസകരമായൊരു സംഭവം, നമ്മുടെ ഒരു പെരുന്നാളിന്, എപ്പോഴും ഒരു പെരുന്നാളിന് സൂര്യ ടി വിയിൽ കിന്നരത്തുമ്പികൾ എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കിന്നരത്തുമ്പികൾ സിനിമയ്ക്ക് ഇപ്പം എന്താ പറയുക, പെട്ടെന്ന് പ്രദർശനവും കഴിഞ്ഞിട്ട് ചേട്ടന്മാരെല്ലാം വീട്ടിൽ പോയി. അപ്പം ചേട്ടന്മാരെല്ലാം വീട്ടിൽ പോയി. അപ്പം ആളില്ല. അപ്പം ഈ ചേട്ടന്മാരൊക്കെ എവിടെ പോയി? ഇതിനൊന്നും ആളില്ല, പരിപാടിക്കൊന്നും ആളില്ല. കിന്നരത്തുമ്പികൾ പിന്നെ എന്താ പറയുക, തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റില്ല. അപ്പം പെണ്ണുങ്ങളെല്ലാം പിന്നെ എവിടെയാണ്? പെരുന്നാൾ സ്ഥലത്താണ് പ്രദർശനവും ഗാനമേളയൊക്കെ കാണാൻ. ചേട്ടന്മാരെല്ലാം വീട്ടിൽ പോയിട്ട് കിന്നരത്തുമ്പി കാണാൻ. അച്ഛനും പോയി കിന്നരത്തുമ്പി കാണാൻ വേണ്ടിയിട്ട്. അച്ഛനും ഇല്ല അവിടെ എങ്ങും, അച്ഛനെയും കാണാനില്ല. കിന്നരത്തുമ്പി കാണാൻ എന്നിട്ട് അച്ഛൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എവിടെ, ആളുകളൊക്കെ എവിടെ ചേട്ടന്മാരൊക്കെ എവിടെ, കിന്നരത്തുമ്പി കാണാൻ പോയോ എന്ന് ചോദിച്ചിട്ട് അച്ഛൻ കിന്നരത്തുമ്പി കാണാൻ പോയി. അപ്പോൾ എല്ലാവരും ഇതിനൊന്നും കുറ്റം പറയാൻ, ഞാൻ പറയുന്നത് അവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പള്ളിയിലച്ഛന്മാരെ അവരൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല. അവരുടെയൊക്കെ ഉള്ളിലുള്ളത് അത് തന്നെയാണ്. അതിന് എന്തെങ്കിലും ഒരു ലോഹ കൊണ്ട് മറച്ചാൽ തീരുന്നതല്ല. പിന്നെ എനിക്ക് ഈ ഇസ്ലാം മതത്തിനെ പറ്റി പറഞ്ഞു. ഇസ്ലാം മതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്ത്രീ ശരീരത്തെപ്പറ്റി, വസ്ത്രത്തെപ്പറ്റി ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് അതിനെപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അല്പവസ്ത്രധാരികളായ സ്ത്രീകൾ സെക്സിനുള്ള ക്ഷണമാണ് എന്നാണ് അവർ പറയുന്നത്. ഉസ്താദിൻ്റെ പ്രസംഗം, ഉസ്താദ് പറയുന്നുണ്ട്, പിന്നെ ഞാൻ ഇത്താന്ന് വിളിച്ച് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നിങ്ങൾ വയസ്സ് കുറച്ചല്ല, കുറച്ച് ഏറ്റി പറഞ്ഞോളൂ, നിങ്ങൾ മുഖം മറച്ചു, കണ്ണും കൂടെ മറച്ചോളൂ, അത്രയും പെട്ടെന്ന് നിങ്ങൾ സ്വർഗത്തിലെത്തും എന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് മാത്രമാണ് ഈ ഉസ്താദുമാർ പോടൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കാണുന്നത്. ആണിന് സ്വർഗം നിഷേധിക്കും. നിങ്ങളിങ്ങനെ നടന്നാൽ ആണിന് സ്വർഗം നിഷേധിക്കും. എന്തുകൊണ്ടാണ്? ഇത് വായു പൊളിച്ച് നോക്കി നടക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളുണ്ടാക്കരുത്. അവർ നോക്കും, കാണാൻ പുരുഷൻ ആഗ്രഹിക്കും, പക്ഷെ നിങ്ങൾ കാണിക്കരുത് എന്നാ പറയുന്നത്. രണ്ടും തമ്മിൽ എങ്ങനെ വന്നാലും പൊരുത്തപ്പെട്ടു പോകില്ല. കാണിക്കാൻ സ്ത്രീ അവകാശമില്ല. പിന്നെ ഇവർക്ക് ചിന്ത മുഴുവൻ എപ്പോഴും സെക്സ് ഇത് മാത്രമാണ് ചിന്ത. വേറൊന്നും പറയാനില്ല. ഒരു പിന്നെ ഇതെടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു പ്രസംഗം എടുത്തിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ സെക്സ് എങ്ങനെയാണ്, ബെഡ്റൂമിൽ എങ്ങനെയാണ് സ്ത്രീ കക്കൂസി പോകുന്നത്, എങ്ങനെ സ്ത്രീ കക്കൂസി പോകുമ്പം മൂളിപ്പാട്ട് പോലും പാടാൻ പാടില്ല. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ഒരു കമൻ്റ് എഴുതി, വടക്കേലെ സുഹറാബി 14 രാവ് ഉദിച്ചത് മാനത്തോ എന്നൊരു പാട്ടുപാടി എന്ന് ഞാൻ വെറുതെ ഒന്ന് എഴുതി. അതിനെന്നെ 2000 തെറിയാണ് പറഞ്ഞത്. എന്നെ 2000 തെറി പറഞ്ഞു. എന്നോട് പറഞ്ഞതൊക്കെ എവിടെയൊക്കെ എനിക്കറിയത്തില്ല, അത്രയും തെറിയാണ് പറഞ്ഞത്. പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേക സ്വാതന്ത്ര്യം നൽകുന്ന മതമാണ് ഇസ്ലാം മതം. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.